ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലൂണയുടെ കഴുത്തിലിരുന്ന ചെയിൻ താഴെ വീഴുന്നു. അതെടുത്ത് കാലക്സ് അവക്ക് ഇട്ടുകൊടുക്കുന്നു. അവിടെ ഒരു റൊമാൻറ്റിക് മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കാലക്സിന്റെ അടുത്തുനിന്ന് കോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ലൂണ കാലക്സിനോടൊപ്പം റൂമിലേക്ക് ചെല്ലുന്നു. കാലക്സ് അവക്കൊരു ജാക്കറ്റ് എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ അവിടെ ഒരു റൊമാൻറ്റിക് മൂവ്മെന്റ് തന്നെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ കാലക്സ് എണീറ്റ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നതാണ്. അവൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ലൂണ എണീറ്റ് നീ പോകാൻ ഒരുങ്ങിയോ എന്ന് ചോദിക്കുന്നു. അന്നേരം അതെ, എനിക്ക് ഫ്ലൈറ്റിന് സമയമായി, എനിക്കൊരു ഇമ്പോർട്ടന്റ് കേസ് ഉണ്ട്, അതിന്റെ ഹിയറിംഗ് ആണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ പോകുക, നമുക്ക് നാട്ടിലെത്തിയിട്ട് സംസാരിക്കാം എന്ന് പറയുന്നു. എന്നിട്ട് ലൂണയോട് ചോദിക്കുന്നു, എന്നെ കല്യാണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് നീ ചിന്തിച്ചോ എന്ന്. അതിനവള് പറയുന്നു, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല എന്ന്. അതിനവൻ പറയുന്നു, നീ സമയമെടുത്ത് തീരുമാനിച്ച് എനിക്കൊരു നല്ല മറുപടി തന്നെ എനിക്ക് പറയണം എന്ന് പറയുന്നു. എന്നിട്ട് അവളെ കിസ് ചെയ്തിട്ട് കാലക്സ് അവിടുന്ന് പോകുന്നു. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും നാട്ടിലേക്ക് വരുന്നു. ഇവിടെ ലൂണയും കാലക്സും ഒക്കെ അവരുടെ വർക്കില് കുറച്ച് ബിസി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ലൂണ സെവിയും കീയുമായിട്ടിരുന്ന് സംസാരിക്കുന്നതാണ്. അന്നേരം സെവി ചോദിക്കുന്നു, കാലക്സിന്റെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണെന്ന്. അന്നേരം ലൂണ പറയുന്നു, കാലക്സ് ഇപ്പൊ കുറച്ച് ബിസി ആയിട്ടാണ് ഇരിക്കുന്നത്, ഞാനിപ്പോ അവന്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ലല്ലോ, പിന്നെ എങ്ങനെ എന്നെ മീറ്റ് ചെയ്യാനൊക്കെ വരാനൊക്കെ പറഞ്ഞ് അവനോട് ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വിളിക്കാറില്ല എന്ന് പറയുന്നു. അന്നേരം സെവിയും കീയും കൂടി അവളെ കളിയാക്കും. ആ സമയത്ത് കാലക്സ് അവർക്കൊരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജില് നാളെ നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്യാമെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കണ്ടിട്ട് കാലക്സ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് സെവീനെയും കീനെയും അവള് കാണിക്കുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് കാലക്സ് അവക്ക് വേണ്ടിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടിട്ട് അവളെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവുകയാണ്. നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എന്ന് ചോദിക്കുന്നു. അന്നേരം അവൻ പറയും, ഇതെന്റെ ഒരു ന്യൂ പ്രോപ്പർട്ടിയാണ്, ഞാനിത് നിനക്ക് കാണിക്കണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയുന്നു. ആ പ്രോപ്പർട്ടി കണ്ടപ്പോഴത്തേനും ലൂണയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നു. അത് കണ്ടിട്ട് അവള് ചോദിക്കും, ഈ പ്രോപ്പർട്ടി എനിക്ക് നീ വിൽക്കാമോ എന്ന്. അത് കേട്ടിട്ട് കാലക്സ് പറയും, ഞാൻ നിനക്ക് സെല് ചെയ്യാമെന്ന്. അതിന് കാലക്സിനോട് അവള് ചോദിക്കും, ഇതിന്റെ വില എന്താണ്, എനിക്ക് ഏതെങ്കിലും എക്സ് ഗേൾ ഫ്രണ്ട് എന്നുള്ള ഡിസ്കൗണ്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം കാലക്സ് പറയും, എക്സ് ഗേൾ ഫ്രണ്ടിന് അങ്ങനെ ഡിസ്കൗണ്ട് ഒന്നുമില്ല, പക്ഷെ എന്റെ വൈഫ് ആണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ഈ പ്രോപ്പർട്ടി തരും, നിന്റെ വൈഫ് ആകുവാണെങ്കിൽ ഞാൻ നിനക്ക് ഈ പ്രോപ്പർട്ടി തന്നേക്കാം എന്ന് പറയും. ഇങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലക്സിന് ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു കോള് വരും. അതെന്താന്ന് വെച്ചാ ഏമി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുവാണെന്ന് ഫ്രണ്ട് വിളിച്ചു പറയുന്നതാണ്. അത് കേട്ടിട്ട് കാലക്സ് പറയും, സോറി എനിക്കിപ്പോ അർജന്റ് ആയിട്ട് പോകണം, ഏമിക്ക് ഏതോ പ്രശ്നമുണ്ട്, അവൾ ആശുപത്രിയിലാണ്, അതുകൊണ്ട് ഞാൻ പോകണം എന്ന് പറയുന്നു. അന്നേരം കാലക്സിനോട് ലൂണ പറയുന്നു, ഞാനും നിന്നോടൊപ്പം വരാമെന്ന്. അന്നേരം കാലക്സ് ചോദിക്കും, നിനക്ക് ഇതിൽ ഏതെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഇല്ല, എനിക്കൊരു പ്രശ്നവും ഇല്ല, ഏമി നിന്റെ ഫ്രണ്ട് അല്ലേ, പിന്നെ എന്താ, ഞാൻ വരാമെന്നും പറഞ്ഞ് അവര് രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഏമീനെ ആ കീയുടെ കേസിലുള്ള ആ ബോയ് ഫ്രണ്ടിന്റെ കേസ് ഏമി എടുത്തത് കൊണ്ട് ഏമിനെതിരായിട്ടുള്ളവര് ഏമീനെ വെടിവെച്ചെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. പക്ഷേ ഏമി ഇപ്പൊ റിക്കവർ ആയിട്ടുണ്ട്, ഏമിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. കാലക്സ് ഇത് കേട്ടിട്ട് സങ്കടപ്പെടുന്നു. ഞാൻ കാരണമാണ് ഏമി ഈ കേസ് എടുത്തത്, ഞാൻ അവളോട് അത് എടുക്കണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവള് ഒരു ഫർഗീവ്നെസ്സിന് വേണ്ടിയിട്ട് എന്റെ അടുത്തുനിന്ന് ഒരു ഫർഗീവ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഈ കേസ് അവൾ എടുത്തത്. ഞാൻ അവളോട് പറഞ്ഞു ഇത് നിനക്ക് പ്രശ്നമാകുമെന്ന്, പക്ഷെ അവള് സാരമില്ലെന്നും പറഞ്ഞിട്ടാണ് ഈ കേസ് എടുത്തതെന്നും പറഞ്ഞ് കാലക്സ് ലൂണയോട് പറഞ്ഞു വിഷമിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കാലക്സും ലൂണയും കൂടെ ഏമിയുടെ മുറിയിലേക്ക് ചെല്ലുന്നു. അന്നേരം ഏമിയോട് അവൻ ചോദിക്കുന്നു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ സെക്യൂരിറ്റി സിസ്റ്റം സ്ട്രോങ് ആക്കണമെന്ന്, നീ എന്നെ കേൾക്കാതെ ഇരുന്നതെന്ന്. അന്നേരം അതിന് ഏമി പറയുന്നു, ഞാനൊരു ക്രിമിനൽ ലോയർ അല്ലേ, എപ്പോഴും എനിക്കിത് സംഭവിക്കുമെന്ന് എനിക്കറിയാം, എന്നോർത്ത് എപ്പോഴും ഞാൻ സെക്യൂരിറ്റി സിസ്റ്റമും വെച്ചുകൊണ്ടാണ് നടക്കാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരത്തിന് ലൂണ പറയും, ഞങ്ങൾക്ക് പോയി നീ വല്ല ഫുഡും വാങ്ങിച്ചോണ്ട് വാ, ഞാൻ ഏമിയോടൊപ്പം ഇരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഏമിയും ലൂണയും കൂടെ തനിച്ചിരിക്കുമ്പോ ഏമി അവളോട് എല്ലാ കാര്യത്തിനും മാപ്പ് പറയുന്നു. ലൂണയുടെയും കാലക്സിന്റെയും റിലേഷൻഷിപ്പ് ഇങ്ങനെ ആകാൻ കാരണം ഏമിയാന്ന് ഉള്ള കാര്യം ഏമി തുറന്നു പറഞ്ഞ് ലൂണയോട് മാപ്പ് അപേക്ഷിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ കാലക്സും ലൂണയും കൂടി ഒരു റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കാലക്സ് അവളെ പ്രൊപ്പോസ് ചെയ്യും, അവന്റെ ഗേൾ ഫ്രണ്ട് ആകണമെന്നും പറഞ്ഞ്. ആ പ്രൊപ്പോസൽ ലൂണ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഇവിടെ ഒരു റൊമാൻറ്റിക് സീനാണ് കാണിക്കുന്നത്. അടുത്ത ദിവസം കാലക്സ് ആണെങ്കിൽ ലൂണനെയും കൊണ്ട് അവന്റെ ഫാമിലിയിലെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോ അവന്റെ അമ്മയും ലൂണനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ലൂണയോട് പറയുന്നു, ഇപ്പൊ കുറച്ചു ദിവസമായിട്ടാണ് കാലക്സ് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നത്, അതുകൊണ്ട് കൊച്ചിനെ ഒരിക്കലും കാലക്സിന്റെ ജീവിതം വിട്ടു പോകരുത്, അവനോടൊപ്പം ജീവിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ സന്തോഷമായിട്ട് ഫാമിലിയിലുള്ള എല്ലാവരും ലൂണനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ലൂണയും കാലക്സും സെവിയും
ഫ്രണ്ട്സും എല്ലാരും കൂടി മീറ്റ് ചെയ്ത് എൻജോയ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ആഴ്ചകൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. ലൂണയും അവളുടെ ഫ്രണ്ട്സും ഇരിക്കുന്ന സമയത്ത് അവൾക്കൊരു ഡൗട്ട് തോന്നും, അവള് പ്രഗ്നന്റ് ആണെന്ന്. അതുകൊണ്ട് അവള് പ്രഗ്നൻസി കിറ്റ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അവള് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാകുന്നു. എന്നിട്ട് അവളുടെ ഫ്രണ്ട്സിനെ അവള് കാണിക്കും. അവരൊക്കെ ഒത്തിരി സന്തോഷമാകുന്നു. അവരൊക്കെ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല പാരന്റ്സ് ആയിട്ടിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവര് സന്തോഷിച്ചിരിക്കുന്ന ഒരു മൂമെന്റ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാണിക്കുന്നത് കാലിക്സിന്റെ ആ ഒരു പ്രോജക്റ്റില് അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടി ഡിന്നർ കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം കാലിക്സ് കുറെയൊക്കെ സംസാരിക്കുന്നു. പക്ഷെ ലൂണ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് കാലിക്സ് ചോദിക്കും, നീ ഓക്കെ ആണോ എന്ന്. അന്നേരം അവള് പറയും, യെസ് ഞാൻ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന്. അവള് കാലിക്സിന് ഒരു ഗിഫ്റ്റ് എടുത്ത് കൊടുക്കും. അന്നേരം കാലിക്സ് ചോദിക്കും, എന്താണ് നീ പെട്ടെന്ന് എനിക്ക് ഗിഫ്റ്റ് തരുന്ന ഏതെങ്കിലും ഒക്കേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് താങ്ക് യു ലവ് എന്നും പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് വാങ്ങിക്കുന്നു. അവൻ ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അവന്റെ കണ്ണൊക്കെ നിറയുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ലൂണ ഞാൻ ഒരു ഡാഡ് ആകാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നു. അന്നേരം അവൾ അതേന്ന് പറയും. അവളാണെങ്കിൽ നെർവസ് ആയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. നീ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് പറയുന്നു അവള്. അന്നേരത്തിന് അവന്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നു. അവൻ ഒത്തിരി സന്തോഷത്തിൽ എണീറ്റ് വന്ന് അവളെ ഹഗ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അന്നേരം അവനോട് അവള് ചോദിക്കും, നീ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് എന്ന്. അന്നേരം ഓഫ് കോഴ്സ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് അവൻ പറയുന്നു. നമ്മളൊരു ഫാമിലി ആകാൻ പോവുകയാണല്ലേ എന്നും പറഞ്ഞ് അവൻ കരയുന്നു. അന്നേരം അതേന്നും പറഞ്ഞ് അവളെ തലയാട്ടി കാണിക്കുന്നു. എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവനൊരു റിംഗ് എടുത്തിട്ട് അവളെ പ്രൊപ്പോസ് ചെയ്യുന്നു. എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവള് മെസ്സ് പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഒത്തിരി സന്തോഷമായിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു.